നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസുകളിൽ ആരോപണ വിധേയനായ പള്ളിപ്പുറം ചുങ്ങന്തറ CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ റഡാർ ഉപയോഗിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. 2012 മുതലാണ് സെബാസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതിനാൽ കൃത്യമായിട്ട് തെളിവുകൾ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനയാണ് ഇനി ശക്തമാക്കേണ്ടത്. അതുകൊണ്ടാണ് സെബാസ്റ്റ്യന്റെ ഈ ഒരു വീട്ടിൽ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഈ ഒരു പറമ്പും കുളവും വീടൊക്കെ ഒരു സ്ഥലത്ത് ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരിക്കുന്നത്. ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഗ്രൗണ്ട് പെനിസ്ട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധന നടക്കുന്നത്. 2.3 മീറ്റർ ആഴത്തിലാണ് കുഴിയെടുക്കുന്നത്. 3 സ്ഥലങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും അവിടെയാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിലും പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കോട്ടയത്തെ വീട്ടിലാണ് സെബാസ്റ്റ്യനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. അവിടെയും പരിശോധന നടത്തുന്നുണ്ട്. കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ, ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലയിൽ ജൈനമ്മ എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. 2 വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1.25 കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം, പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന കുറ്റവാസനയുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബിന്ദു പത്മനാഭനെയും ഐഷയെയും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജ മുക്തിയ തയ്യാറാക്കി 1.3 കോടി രൂപയ്ക്ക് സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കൾ വിറ്റ വകയിലും സെബാസ്റ്റ്യന് പണം ലഭിച്ചിട്ടുണ്ട്. ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകലയിൽ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തി. സ്ത്രീകളുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ലെന്നാണ് പ്രാഥമിക നിഗമനം. 2024 ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായത്. കണ്ടെത്തിയ അസ്ഥികളുടെ ഭാഗങ്ങൾക്ക് 6 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇടം നൽകുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് സെബാസ്റ്റ്യനിൽ നിന്ന് പരമാവധി വിവരം ശേഖരിക്കാനാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല. ഇയാളുടെ ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്യും. ഏറ്റുമാനൂരിലെ അവരുടെ വീട്ടിലാണ് താമസം. ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹാവശിഷ്ടങ്ങളുടെ അടുത്തു നിന്ന് ലഭിച്ചിരുന്നു. ജൈനമ്മയ്ക്ക് അത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു. ചേർത്തല സ്വദേശിനി ഹൈറുമ്മയ്ക്ക്, അതായത് ഐഷയ്ക്ക് വെപ്പുപല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച DNA പരിശോധനാ ഫലം വരുന്നതോടെ സ്ഥിരീകരണം ഉണ്ടാകും. അസ്ഥികളും കുളത്തിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചു. ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റ്യൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം തെളിവെടുക്കും. ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഐഷയുടെ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. 2005 മുതൽ സംസ്ഥാനത്ത് കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് പോലീസ് ശേഖരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഇരകളെ തിരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ മറയാക്കിയിരുന്നത് വസ്തു വ്യാപാരവും ആരാധനാലയങ്ങളുമായിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. കുടുംബവുമായി അകന്നു കഴിഞ്ഞവരാണ് കാണാതായവരിൽ പലരും. ഇത്തരം പശ്ചാത്തലങ്ങളുള്ള സ്ത്രീകളുടെ വിവരങ്ങളാകും പരിശോധിക്കുക. ജൈനമ്മ കേസിൽ ഇതിനകം 24 പേരെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത്. ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ജൈനമ്മയുടെ തിരോധാന ശേഷം അവരുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചതാണ് നിർണായക തെളിവ്. ഈരാറ്റുപേട്ടയിലെ സ്ഥാപനത്തിലെത്തി ജൈനമ്മയുടെ നമ്പറിൽ ഫോൺ റീചാർജ് ചെയ്തതും അന്വേഷണ സംഘം കണ്ടെത്തി. അവിടുത്തെ CCTV ദൃശ്യവും ശേഖരിച്ചു. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ ചങ്ങത്തറ വീടും പോലീസ് കാവലിലാണ്. പരിശോധന ഇവിടെ തുടരും. സെബാസ്റ്റ്യന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ്. ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ. ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത്.
വീടിനോട് ചേർന്ന് 2.5 ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല. ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന, ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു. നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. 2 വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1,25,00,000 രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ എന്നിവരുടെ പല വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ ഇവരെ പരിചയപ്പെട്ടത്. ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലെ ഭൂമി തന്റെ പേരിൽ വ്യാജ രേഖയുണ്ടാക്കിയാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. കൂടാതെ ബിന്ദുവിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കളും വിറ്റ വകയിലും സെബാസ്റ്റ്യന് പണം ലഭിച്ചിട്ടുണ്ട്. ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. ഏറ്റുപൊടുവിൽ കാണാതായ ഏറ്റുമാനൂർ, അതിരമ്പുഴ, കോട്ടമുറി, കാക്കനാട്ടുകാലയിൽ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാണാതായ സ്ത്രീകളിൽ നിന്നും ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ട്, എന്ത് കണ്ടെത്താനാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത്. തന്റെ കയ്യിൽ 150 പവൻ സ്വർണ്ണമുണ്ടെന്നും സെബാസ്റ്റ്യൻ അവകാശപ്പെട്ടിരുന്നു. സെബാസ്റ്റ്യന്റെ സുഹൃത്തും സ്ഥലക്കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി SL പുരം സ്വദേശിയായ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. 2024 മെയ് 11 കണിച്ചുകുളങ്ങരയിൽ യുവ വ്യവസായിയെ കാർ തടഞ്ഞ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ കല്ലും മണലും വിതരണം ചെയ്ത 2 കരാറുകാർ തമ്മിൽ ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അന്നത്തെ ഭീഷണിക്ക് കാരണം. ഇതിലൊരു കരാറുകാരന് സെബാസ്റ്റ്യന്റെ സുഹൃത്തായ SL പുരം സ്വദേശിനി 45 ലക്ഷം രൂപ നൽകിയിരുന്നു. അതിന്റെ സ്രോതസ്സും പരിശോധിക്കും. ഏതായാലും നിരവധി ഈ സ്ത്രീകളുടെയൊക്കെ തന്നെ പണവും സ്വത്തുക്കളും തട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെ കാണാതായതുമായിട്ട് സെബാസ്റ്റ്യനെ കൃത്യമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കസ്റ്റഡിയിൽ തുടർന്നിട്ടും ചോദ്യം ചെയ്യലിൽ ഒന്നും തന്നെ സെബാസ്റ്റ്യൻ ഇത് തുറന്ന് പറഞ്ഞിട്ടില്ല. മൗനം തുടരുന്നതാണ് പോലീസിനെ ഏറെ കുഴപ്പിക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ട് തെളിവുകളടക്കം അസ്ഥികളടക്കം സെബാസ്റ്റ്യന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കണ്ടെത്തിയിട്ടും സെബാസ്റ്റ്യൻ ഇതുവരെയായിട്ട് കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഏതായാലും ഈ ഒരു DNA പരിശോധന ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും കാണാതായിട്ടുള്ള സ്ത്രീകളുമായി ഇവിടെ കണ്ടെത്തിയിട്ടുള്ള അസ്ഥികൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതും കേസിൽ ഏറെ നിർണായകമാകും. പിന്നെ അതുകൂടാതെ 3 പോയിന്റുകളാണ് ഈ ഒരു വലിയ പുരയിടത്തിൽ ഇനി പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇനി അവിടെ കുഴിച്ച് പരിശോധന നടത്താറുള്ളത്. അവിടെയും ഏറെ നിർണായകമാകും. ഇനിയും കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഒരു 4 സ്ത്രീകളോളം ഉണ്ട് എന്നാണ് കാണാതായതുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനിയും ഇതിൽ മറ്റുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്.